ഹായ് ഹലോ വെൽക്കം ടു സോൾട്ട് ആൻഡ് മിർച്ചി. ഇന്ന് നമ്മുടെ പുതിയ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന സെലിനേച്ചിയാണ്. ചേച്ചി ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ഇറാനി പോളയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം ചേച്ചി. കത്തിക്കട്ടെ. ചേച്ചി, അപ്പൊ നമുക്ക് ഡിഷ് എന്തൊക്കെ ഐറ്റംസ് എന്തൊക്കെ വേണം നമുക്കൊന്ന് പറഞ്ഞാലോ? ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറി മസാല, ഉപ്പ്. ഓക്കെ, ഇതെല്ലാം ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചേക്കാണ്. നോക്കൂ, നല്ല ഭംഗിയായിട്ടിരിക്കുന്നത്. വേറെ എന്തൊക്കെയാ ചേച്ചി നമുക്ക് വേണ്ടത്? നമുക്ക് സവാള, ടൊമാറ്റോ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കറി മസാല, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, പിന്നെ കുരുമുളക്, പിന്നെ ചിക്കൻ മസാല, ക്യാപ്സിക്കം വേണം. പിന്നെ ഇതെന്താണ്? ഇത് മൈദാമാവ്. ഇത് കണ്ടോ, മൈദാമാവിനകത്ത് 4 മുട്ട എടുത്ത് മിക്സ് ചെയ്ത് അതിനകത്ത് കുരുമുളകും ഉപ്പും ഇട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുക. എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എണ്ണ വേണം നമുക്ക്. ഇത്രയും സാധനങ്ങൾ, കരിവേപ്പില, ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണം. നമുക്കിനി തുടങ്ങാം. ആദ്യം എന്താണ് ചേച്ചി? ആദ്യം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, എണ്ണ ഒഴിക്കുക. ചൂടായല്ല പാന്? നന്നായിട്ട് ചൂടായി. സിമ്മിൽ വെച്ചിട്ട് നമ്മൾ എണ്ണ ഒഴിക്കുക. ഓക്കെ, എണ്ണ ഇനി ചൂടാകണം. ചൂടായി കഴിഞ്ഞ് നമ്മൾ ഈ ചിക്കൻ അതിലേക്ക് ഇടും. അതാണ് ആദ്യത്തത്. നല്ല രസത്തിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചു. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് എത്ര നേരം വെക്കണം ചേച്ചി? ഇതൊന്ന് ഫ്രൈ ആവുന്നത് വരെ. അപ്പോഴത്തേക്കും നമുക്ക് മസാല തയ്യാറാക്കാം. ഓക്കെ, ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മസാല തയ്യാറാക്കാം. നല്ല ഭക്ഷണം ഉണ്ടാക്കിയാണ് ഭർത്താവിന്. അത് നമ്മള് സ്നേഹവും കൂടെ ചേർത്ത് നമ്മള് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത അതൊരു അറിയാമോ അങ്ങനെ സംഭവം? ഭർത്താവിന്റെ നല്ല മനസ്സിൽ കയറാൻ എളുപ്പ വഴി അറിഞ്ഞൂടെ? കേട്ടിട്ടുണ്ട്. മൊത്തം ഈ ഒരു ഡിഷ് കുക്ക് ചെയ്ത് കഴിയാൻ എത്ര നേരം എടുക്കും ചേച്ചി? ഒരു 30-35 മിനിറ്റോളം എടുക്കും. 35. ഇത് നമ്മൾ കൂടുതലും ഈ ഫുഡ് ഉണ്ടാക്കുന്നത് നോമ്പ് തുറയ്ക്കാൻ. ഇറാനി പോള എന്ന് പറഞ്ഞ ഇറാനി പോള ഞാൻ കഴിച്ചിട്ടില്ല. ഇല്ല കേട്ടിട്ടുണ്ട്. കഴിക്കാനുള്ളൊരു അവസരം വന്നിട്ടില്ല. സാരല്ല, ചേച്ചി ഉണ്ടാക്കുന്നത് ആദ്യമായിട്ട് കഴിക്കാം. അതാണ്. അതെ ചേച്ചി, ഇത് നമുക്ക് ആ പാത്രത്തിലോട്ട് ഇടട്ടെ. ഇതിനൊന്നും ആവണ്ട, ഇങ്ങനെ തന്നെ എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട്. തീർക്കല്ലേ. അതിന് എന്താ ചെയ്യണ്ടത്? നമുക്ക് മസാല തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് ഇനി ബാക്കിയുള്ള ചേർക്കാം. ഇഞ്ചി, വെളുത്തുള്ളി. ഇത് ഇഞ്ചിയാ, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്. എല്ലാം റെഡി. എത്ര? 2 ടേബിൾ സ്പൂണോ? ഇത്ര മതിയല്ലേ? കുറച്ച്. ചേച്ചി ഉപ്പൊക്കെ നമ്മൾ കുറച്ച് ആദ്യമേ ഇട്ടു. ഓക്കെ, ടൊമാറ്റോയും കൂടെ കുറച്ചങ്ങ് ഇട്ടോ. ഇത് ടേസ്റ്റിന് വേണ്ടിയല്ലേ? മതിയോ? അതെ. ഇനി പൊടി ഐറ്റംസും കൂടെ നമുക്ക് ചേർക്കാം. പൊടി നമുക്ക് എല്ലാം ഒരു സൈഡിൽ നിന്ന് തുടങ്ങട്ടെ. ഇത് മല്ലിപ്പൊടി. 1 സ്പൂൺ മതി. മഞ്ഞപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. ഗരം മസാല ഒരു ശകലം മതി. നമ്മൾ ചിക്കൻ മസാല ചേർക്കുന്നതുകൊണ്ട് ഗരം മസാല കുറച്ച് മതി. ചിക്കൻ മസാല സ്പൈസി ഡിഷാണെന്ന് തോന്നുന്നു. ആണോ? ശകലം, അങ്ങനെ വലിയ സ്പൈസി അല്ല. ആയില്ല എല്ലാം? ഓ, എല്ലാം ആയി. കുറച്ച് ക്യാപ്സിക്കം കൂടെ നമുക്ക് ചേർക്കാം. കഴിച്ചു. ഇതായില്ലേ? കുറച്ച് നമ്മൾ മിക്സ് തയ്യാറാക്കി. ഇത് ഒരു ചീത്തയായ ഒരു ഫ്രൈ പാനാണ്. ആദ്യം വെച്ചിട്ട് പിന്നെ നമ്മുടെ ഫ്രൈ പാൻ വെച്ച് ചൂടാവണം. ഇത് ഓവർ ഹീറ്റ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ അധികം ചൂട് പാടില്ല. അതുകൊണ്ട് തന്നെ ഓക്കെ. നമുക്ക് ഓയില് ഇതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്താ അടിയിൽ ഇങ്ങനെ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ. നമ്മൾ ഈ ദോശ ഉണ്ടാക്കുന്നതിന് മുമ്പ് കല്ലിൽ തേക്കുന്ന പോലെ ഇതും തേക്കണം. ഓക്കെ ചേച്ചി, ഇത് ചൂടായില്ലേ? നമുക്ക് മാവ് കുറച്ച്. ചേച്ചി ഇതിലിപ്പം എന്തൊക്കെ സാധനം? 6 സാധനം ഉണ്ടെന്ന് എന്നോട് പറഞ്ഞത്. അതെന്തൊക്കെയാ?
ഇത് മൈദ മാവ്, പാല്, മുട്ട, കുരുമുളക്, ഉപ്പ്, സൺഫ്ലവർ ഓയിൽ. 6 ഐറ്റം കറക്റ്റ്. ചെയ്യാം. പകുതി ഒഴിച്ചാൽ മതി കേട്ടോ. ഇത് എന്നിട്ട് കുറച്ച് ഒരു 5 മിനിറ്റ് ഇത് വേവണം. ഓക്കെ. കുറച്ചൊന്ന് വേവാതെ നമ്മൾ ഇത് വിട്ടാൽ അതങ്ങ് താന്നു. ഓക്കെ, 5 മിനിറ്റ് അല്ലേ? ഇതായോ ചേച്ചി? ഇത് ഒരു 5 മിനിറ്റ് ഒന്ന് ഇതായാൽ കുഴപ്പമില്ല. ഇത് നമുക്കിനി ഇതിലോട്ട് ഇടാം. ഓക്കെ, ശരി. ഇതിപ്പോ മൊത്തം വെന്തിട്ടില്ല, ജസ്റ്റ് സൈഡ് ഒന്ന് ആയി കഴിയുമ്പോൾ നമുക്ക് ഇത് ഇടാം അല്ലേ? അതെ. ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് കൂടെ ഇതിനകത്തോട്ട് ഒഴിക്കണോ? ഇപ്പൊ ഇതിന്റെ നടുക്ക് സ്റ്റഫ് ചെയ്തിരിക്കും. അതെ, അതാണ് ഐഡിയ. ഇനി എത്ര നേരം വെക്കണം ചേച്ചി? നമ്മളിത് 2 മിനിറ്റ് വെച്ചു. ഇനി ഇതെന്താ? നമുക്ക് ഇത് കുറച്ച് ഗാർണിഷ് ചെയ്ത് മല്ലിയിലിട്ട് ഗാർണിഷ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഇടാവോ? ഒന്ന് ഡെക്കറേറ്റീവ് ആയിട്ട്. അതെ, ഇടുമ്പോ കുറച്ച് ടേസ്റ്റ് കൂടും, കൂടുതൽ കാണാനും ഭംഗി വരും. എങ്ങനെയുണ്ട് കാണാൻ? സൂപ്പർ. കഴിച്ചാൽ അടച്ചു വെച്ച് വേവിക്കാം. ഓക്കെ. ഇനി എത്ര നേരം എത്ര നേരം വെക്കണം? ഒരു 30 മിനിറ്റ് എങ്കിലും വേണം. അടച്ചു വെച്ച് വേകുമ്പോ കട്ട് ചെയ്ത് കഴിക്കാം. ഓക്കെ, അപ്പൊ നമുക്കിനി അരമണിക്കൂർ കഴിഞ്ഞു. ഓക്കെ, ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ വേറൊരു ഫ്രൈ പാനിലോട്ട് ഇത് തിരിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, മറ്റേ മറുവശം കൂടെ ചൂടായി ഒരു ഇതായി വരണം. അത് കഴിഞ്ഞ് മുകൾ ഭാഗം കുറച്ച് ഇതായി വരണം. അപ്പൊ നമുക്ക് പാത്രത്തിലോട്ട് എടുക്കാം. ഓക്കെ. ഓ വാവ്, ഹോം മെയ്ഡ് പിസ്സ കഴിക്കുന്ന പോലെ ഉണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പർ. ഇത് മുറിച്ചാലോ? പിന്നെ കേട്ടോ, ഇത് സൂപ്പർ സാധനം. ഭയങ്കര വെറൈറ്റി ആണ്. ഇതുപോലെ ഓരോ വെറൈറ്റി എപ്പിസോഡും ഓരോ വെറൈറ്റി ഡിഷുമായിട്ട് ഞങ്ങൾ അടുത്ത ആഴ്ച വരുന്നതാണ്. ബൈ.